നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളാണ്, എപ്പോഴും റീൽസ് കാര്യങ്ങളൊക്കെ ഇടലുണ്ടല്ലോ അല്ലേ? പിന്നെ ഇടാൻ പോണ റീല് കത്തി കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എൻ്റെ റീൽ എപ്പോഴും കത്തി കയറാറുണ്ട് ഗൈസ്, എപ്പോഴും കത്തി കയറില്ല. ഞാൻ പറഞ്ഞ എൻ്റെ റീൽ അങ്ങനെ എപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കും, എന്താ ഇപ്പം കയറാത്തത്? കുറേ കഷ്ടപ്പെട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാവും ചിലപ്പോൾ ആ റീലിടുക. അതിനും വേണം ഒരു ഭാഗ്യം. അതെ, പക്ഷെ ചിലതൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അതെ അതെ, ഒന്നോ രണ്ടോ ഒക്കെ. മാഡത്തിന്റെ പോസ്റ്റിൽ എത്ര? ഞാൻ ഇടാറില്ല. ഓ, ഇട്ട് കഴിഞ്ഞാൽ കയറുന്നാണോ? അത് സ്വാഭാവികമായിട്ടും കയറുന്നതാണ്, ഉറപ്പാണോ? ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം. അപ്പം എനിക്ക് കിട്ടിയൊരു ന്യൂസാണ്. അപ്പം ഞാനും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എന്നെ പോലെ നിൽക്കുന്ന, അതായത് റീച്ച്, എനിക്ക് കുറച്ചൊക്കെ റീച്ച് ഉണ്ട് കേട്ടോ. എനിക്ക് ചില റീച്ച് കിട്ടാത്തവർക്ക് വേണ്ടി പറഞ്ഞു, എനിക്ക് മില്യൺസ് ബട്ട് 900+ K എനിക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ പുള്ള ഞാൻ. പിന്നെ കേകള് എനിക്കൊരു പുത്തരിയല്ല. കെ മറ്റേതുണ്ടല്ലോ, ഐ അവോയ്ഡ് ബട്ട് കെ നീഡ്സ് മീ, അങ്ങനത്തെ ഒരു KGF ഡയലോഗ് വെച്ചിട്ട് ഞാൻ അതേ ഉദ്ദേശിച്ചു, പക്ഷെ അത് വന്നില്ല ഗൈസ്. സോ കുഴപ്പമില്ല. അപ്പം നമുക്ക് പറയാം. വൈറൽ ഷോർട്ട് ഫോം ക്ലിപ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പസ് ക്ലിപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം. വൈറൽ മോഷൻ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് നമുക്ക് JTTR യൂസ് ചെയ്യാം. സ്റ്റുഡിയോ ക്വാളിറ്റി ഓഡിയോക്ക് വേണ്ടി നമുക്ക് അഡോബി പോഡ്കാസ്റ്റ് യൂസ് ചെയ്യാം. സിനിമാറ്റിക് വീഡിയോസ്, മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സിന് വേണ്ടി നമുക്ക് മിക്സ് കിറ്റ് യൂസ് ചെയ്യാം. വൈറൽ ട്രെൻഡ്സ് ഓൺ ഇൻസ്റ്റഗ്രാം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വൈറൽ ഫൈൻഡർ യൂസ് ചെയ്യാം. വൈറൽ ടൈറ്റിൽസ് ആൻഡ് ഹുക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആർട്ട് ഓഫ് ടൈറ്റിൽസ് യൂസ് ചെയ്യാം. സോ ഞാൻ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഓപ്പസ് ക്ലിപ്പ്, JTTR, അഡോബി പോഡ്കാസ്റ്റ്, മിക്സ് കിറ്റ്, വൈറൽ ഫൈൻഡർ, ആർട്ട് ഓഫ് ദ ടൈറ്റിൽ. സോ 1 2 3 4 5 6 6 വെബ്സൈറ്റ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കാം. മാഡത്തിനെ പോലെയുള്ള ആളുകൾക്ക് ആവശ്യമില്ല. ബിക്കോസ് ഓള് പറഞ്ഞു സ്വാഭാവികം എന്ന് എന്തോ പറയാൻ വേണ്ടി വന്നു. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത്. സ്വാഭാവികം അല്ല, എന്റെ പബ്ലിക് അക്കൗണ്ട് അല്ല, അതുകൊണ്ട് അതിനുശേഷം അഥവാ നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് റീൽസ് കിട്ടുമോ? ഓക്കെ മാഡം. ഓക്കെ, സോ നമുക്ക് നോക്കട്ടെ, നമുക്കൊക്കെ റീച്ച് കിട്ടുമോ അല്ലെങ്കിൽ വ്യൂസ് കിട്ടുമോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളെപ്പോലുള്ളവർക്ക് വരെ നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻമയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ പോയി ട്രൈ ചെയ്ത്. ഓക്കെ, ബൈ.